السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. വഴിവിളക്കിലെ സുന്നത്തുർ റസൂലിൽ സംസാര മര്യാദകളുമായി ബന്ധപ്പെട്ട് ദീർഘമായ 52 ക്ലാസുകൾക്ക് ശേഷം ഇന്ന് ഫളായിലു വസുനനു യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിന്റെ ശ്രേഷ്ഠതകളും സുന്നത്തുകളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസുകൾ ആരംഭിക്കുകയാണ്. ഒന്നാമതായി ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് സമുദായങ്ങൾക്ക് നൽകിയിട്ടില്ലാത്ത ഒരു ശ്രേഷ്ഠതയാണ് വെള്ളിയാഴ്ച ദിവസത്തിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അളല്ലല്ലാഹു അനിൽ ജുമുഅത്തി മൻ കാന ഖബ്ലന, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പുള്ള ആളുകളെ വെള്ളിയാഴ്ചയിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു. വകാനലിൽ യഹൂദി യൗമുസ് സബ്തി, അങ്ങനെ ജൂതന്മാർക്ക് ശനിയാഴ്ച ദിവസവും, വകാനലിൻ നസ്വാറ യൗമുൽ അഹദ്, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച ദിവസവും ആയിത്തീർന്നു. ഫജാ അല്ലാഹു ബിന, അപ്പോൾ അല്ലാഹു നമ്മെ കൊണ്ടുവന്നു, അതായത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ സൃഷ്ടിച്ചു കൊണ്ടുവന്നു. ഫഹദാനല്ലാഹു ലിയൗമിൽ ജുമുഅ, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് നമുക്ക് വഴി കാണിച്ചു, നമ്മെ അതിലേക്ക് ചേർത്തു. ഫജഅലൽ ജുമുഅത വസ്സബ്ത വൽ അഹദ്, അങ്ങനെ അല്ലാഹു വെള്ളിയാഴ്ചയെ നിശ്ചയിച്ചു, പിന്നെ അതേപോലെ ശനിയെയും ഞായറിനെയും. വകദാലിക്, അപ്രകാരം ഹും തബഉൻ ലനാ യൗമൽ ഖിയാമ, അവർ ഖിയാമത്ത് നാളിൽ നമ്മെ തുടർന്ന് വരുന്നവരായിരിക്കും. അതായത് അപ്രകാരം എന്ന് പറഞ്ഞാൽ ആദ്യം വെള്ളി, പിന്നെ ശനി, പിന്നെ ഞായർ, ഇതാണ് ക്രമം. അതുകൊണ്ട് തന്നെ ഇതേ ക്രമം പോലെ വെള്ളിയാഴ്ചയുടെ ആളുകൾ ആയിരിക്കും പരലോകത്തും ആദ്യത്തവർ, പിന്നെ ശനിയുടെ ആളുകൾ ജൂതന്മാരായിരിക്കും, പിന്നെ ഞായറിന്റെ ആളുകളായ ക്രിസ്ത്യാനികളായിരിക്കും. മുൻഗണന വെള്ളിയാഴ്ചയുടെ ആളുകളായ മുസ്ലിം ഉമ്മത്തിനാണ് എന്നർത്ഥം. തുടർന്ന് ഹദീസിൽ പറയുന്നു, നഹ്നുൽ ആഖിറൂന മിൻ അഹ്ലി ദുനിയ, ദുനിയാവിലെ ആളുകളിൽ നമ്മളാണ് അവസാനത്തവർ. അതായത് ഉമ്മത്തിന്റെ ക്രമം പരിശോധിക്കുമ്പോൾ അവസാനത്തെ ഉമ്മത്ത് മുഹമ്മദാണ്. എന്നാൽ വൽ അവ്വലൂന യൗമൽ ഖിയാമ അൽ മഖ്ദിയു ലഹും ഖബ്ലൽ ഖലായിക്, ദുനിയാവിൽ നമ്മൾ അവസാനത്തെ ഉമ്മത്താണെങ്കിലും ഖിയാമത്ത് നാളിൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് അൽ അവ്വലൂൻ, ആദ്യത്തവരായിരിക്കും. ഏതു നിലക്ക്? മറ്റു സൃഷ്ടികൾക്ക് മുമ്പ് വിധി കൽപ്പിക്കപ്പെടുന്ന കാര്യത്തിൽ നമ്മളായിരിക്കും പരലോകത്ത് ആദ്യത്തവർ. എന്ന് പറഞ്ഞാൽ അവസാനമായി സൃഷ്ടിക്കപ്പെട്ട അവസാനത്തെ ഉമ്മത്തായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് പരലോകത്ത് തീരുമാനം കൽപ്പിക്കപ്പെട്ട് ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ അവസാനത്തവരായ മുഹമ്മദ് നബിയുടെ ഉമ്മത്തായിരിക്കും. ഇതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ബന്ധിപ്പിച്ചിട്ടുള്ളത് അവസാനത്തവർ പരലോകത്ത് ആദ്യത്തവരാകുന്നതും ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതും മറ്റു സമുദായങ്ങൾ മുഹമ്മദ് നബിയുടെ സമുദായത്തിന്റെ പിന്മുറക്കാരാകുന്നതും അല്ലെങ്കിൽ അതിനുശേഷം വരുന്നവരാകുന്നതും ഒക്കെ വെള്ളിയാഴ്ച എന്ന അനുഗ്രഹം ആ ആദ്യ ദിവസം മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു നൽകി എന്നതുകൊണ്ടാണ്. ഇത് അതിന്റെ അർത്ഥത്തിൽ നിന്ന് തന്നെ നേർക്കുനേരെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ഇതിൽ വലിയൊരു ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങൾ പൊതുവെ അല്ലെങ്കിൽ പലരും അവഗണിക്കുന്ന ഒരു സംഗതിയാണ് വെള്ളിയാഴ്ചയെയും അതിന്റെ ശ്രേഷ്ഠതകളും അതിന്റെ മര്യാദകളും. ഇത് പാലിക്കാൻ പലരും തയ്യാറാകാറില്ല. ഈ ഒരൊറ്റ ഹദീസ് മതി ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠതയും അതിന്റെ പ്രാധാന്യവും അതിൽ സ്വീകരിക്കേണ്ടുന്ന നമ്മുടെ പ്രതിബദ്ധതയുമൊക്കെ മനസ്സിലാക്കുവാൻ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിക്കാം. അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ ചിലരെ മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്, ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. ദിവസങ്ങളെയും അതുപോലെ തന്നെയാണ്. അറഫ ദിവസത്തിന് മറ്റുള്ളതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അതുപോലെ മുഹറം ദിവസത്തിന് ശ്രേഷ്ഠതയുണ്ട്. രാത്രിയിൽ ലൈലത്തുൽ ഖദറിന് പ്രത്യേകതയുണ്ട്. ദിവസങ്ങളിൽ യൗമുൽ ജുമുഅക്ക് ഇതേപോലെ പ്രത്യേകതയുണ്ട്. ഓരോന്നും മറ്റുള്ളവയിൽ നിന്ന് വിവിധ തലങ്ങളിൽ വ്യത്യാസപ്പെട്ട് ശ്രേഷ്ഠപ്പെട്ട് നിൽക്കുന്നു. ഇതേപോലെ മുസ്ലിം ഉമ്മത്തും മറ്റുള്ളവരിൽ നിന്ന് ശ്രേഷ്ഠരാണ്. അപ്പൊ ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നത് ഈ ഉമ്മത്തിന് വെള്ളിയാഴ്ച ദിവസത്തിലൂടെ അള്ളാഹു നൽകിയിട്ടുള്ള ആദരവും ആ ആദരവിന്റെ ഭാഗമായി മറ്റു ഉമ്മത്തുകളിൽ നിന്ന് ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ള ശ്രേഷ്ഠതയുമാണ്. മുമ്പുള്ള സമുദായങ്ങളെ വെള്ളിയിൽ നിന്ന് അള്ളാഹു തെറ്റിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ അവരുടെ നബിമാരോട് ചെയ്ത എതിരായ നിലപാടുകൾ മൂലം അവർക്കുണ്ടായ ശിക്ഷയാണ് ഈ ദിവസം അവർക്ക് ലഭിക്കാതെ പോയത് എന്നതാണ്. ജൂതന്മാർ ശനിയാഴ്ച ദിവസത്തെ തെരഞ്ഞെടുക്കുകയും ശനിയാഴ്ച ദിവസത്തിലാണ് സൃഷ്ടിപ്പിൽ നിന്ന് അള്ളാഹു ഒഴിവായത്, വിരമിച്ചത് എന്ന വാദം അവർ നിരത്തുകയും ചെയ്തു. അതുകൊണ്ട് ശനിയെ അവർ ശ്രേഷ്ഠ ദിവസമായി തെരഞ്ഞെടുത്തു. ക്രിസ്ത്യാനികൾ ഞായറാഴ്ചയെ തെരഞ്ഞെടുത്തു. അതിന് അവർ കാരണമായി പറഞ്ഞത് അള്ളാഹു സൃഷ്ടിപ്പ് ആരംഭിച്ചത് ഞായറാഴ്ചയാണ് എന്നതാണ്. ഈ രണ്ട് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ജൂതന്മാർ ശനിയാഴ്ചയെയും ക്രിസ്ത്യാനികൾ ഞായറാഴ്ചയെയും തെരഞ്ഞെടുത്തു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുവരികയും മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും മുഹമ്മദ് നബിയുടെ റിസാലത്ത് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് വെള്ളിയാഴ്ചയിലേക്ക് അള്ളാഹു ഹിദായത്ത് നൽകി. ആ ദിവസത്തിന്റെ ശ്രേഷ്ഠ
ശ്രേഷ്ഠതയും മഹത്വവും അതിലുള്ള ഇബാദത്തിന്റെ പ്രാധാന്യവും ആ ദിവസം കൊണ്ട് മുസ്ലിം ഉമ്മത്തിനുണ്ടാകുന്ന കാരുണ്യവുമെല്ലാം പ്രവാചകനിലൂടെ മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ജൂതക്രിസ്ത്യാനികൾ ശനി ഞായർ അവരുടെ ഈദായി സ്വീകരിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയെ മുസ്ലിംകളുടെ ഈദാക്കി മാറ്റി. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. പിന്നീട് പറയുന്നത് ദിവസങ്ങളുടെ ക്രമം. ആദ്യം ഞായറല്ല, ആദ്യം വെള്ളിയാണ്, പിന്നെ ശനി, പിന്നെ ഞായർ. ഇതാണ് ദിവസങ്ങളുടെ ക്രമം. ഒന്നാം ദിവസം വെള്ളിയാഴ്ചയായതുപോലെ തന്നെ മുസ്ലിംകൾ ഈ ഒരു പ്രത്യേകത കൊണ്ട് പരലോകത്ത് ആദ്യത്തവരായി മാറും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഉള്ള ഉമ്മത്തിനെ പരിശോധിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ പ്രവാചകന്റെ അനുയായികൾ ആയ മുസ്ലിംകളാണ് ഏറ്റവും അവസാനത്തെ ഉമ്മത്ത്. എന്നാൽ ദുനിയാവിൽ അവസാനമായി വന്ന ഉമ്മത്ത് പരലോകത്ത് ഏറ്റവും ആദ്യം മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ഏറ്റവും ആദ്യം വിധി കൽപ്പിക്കപ്പെടുകയും തീരുമാനിക്കപ്പെടുകയും ഏറ്റവും ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന സവിശേഷത മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അത് ലഭിക്കാനുള്ള കാരണം ഒന്നാമത്തെ ദിവസമായ വെള്ളിയുടെ ആളുകളായി മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു മാറ്റി എന്നതാണ്. ഇതിലപ്പുറം ഈ ഒരു ദിവസത്തിന്റെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കുവാൻ മറ്റൊരു വിശദീകരണവും മറ്റൊന്നിന്റെയും ആവശ്യമില്ലാതെ തന്നെ ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവസാനത്തവരെ അല്ലാഹു പരലോകത്ത് ആദ്യത്തവരായി പരിഗണിക്കുന്നു. അതിനുള്ള കാരണം വെള്ളിയാഴ്ചയുടെ ആളുകളാണ് എന്നതാണ്. ഈ ഹദീസിനെ നാം വ്യക്തമായി മനസ്സിലാക്കുകയും അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വെള്ളിയാഴ്ചക്കുള്ള ശ്രേഷ്ഠതയും ആ വെള്ളിയാഴ്ചയിലൂടെ മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു ദുനിയാവിൽ നൽകിയിട്ടുള്ള ഫളലും റഹ്മത്തും അതിന്റെ ഫലമായി പരലോകത്ത് ആദ്യം ഒരുമിച്ച് കൂട്ടപ്പെടുകയും ആദ്യം വിചാരണ നടത്തപ്പെടുകയും ആദ്യം സ്വർഗത്തിൽ പോവുകയും ചെയ്യാൻ ഭാഗ്യം സിദ്ധിക്കുന്നവരായി മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ അല്ലാഹു തെരഞ്ഞെടുക്കുകയും ചെയ്തു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് വെള്ളിയാഴ്ചയുടെ മര്യാദകൾ പാലിക്കുന്നതിൽ കണിശത പുലർത്താൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ്